ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്. അല്ല, സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, കാരണം സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ്. ആ വീട് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുള്ളത്. കാരണം അത്യാവശ്യം ഇഷ്ടംപോലെ സ്ഥലം ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. കാരണം ഇവര് കേരളത്തിന് പുറത്ത് സെറ്റിലാണ്. അവരവിടെ വെളിയിലാണ്, അപ്പൊ അവിടെ തന്നെ സെറ്റിലാണ്. അപ്പൊ പിന്നെ ഇത്രയും നോക്കാനൊന്നും ആരും ഇല്ല. കണ്ടോ, മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു റിക്വസ്റ്റ് എന്താ, അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലോട്ട് പോകണം. സൈഡിലൊക്കെ ഇഷ്ടം പോലെ മാവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പൊ ഉണ്ട്. പിന്നെ പ്ലാവുണ്ട്, പേര, അത്യാവശ്യം എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുറ്റത്ത് തന്നെ വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ, കിണറാണത്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം നോക്കാനൊക്കെ ആളെ വൃത്തിയുണ്ട്. എന്താ അത്യാവശ്യം പ്ലാവ് കാര്യങ്ങൾ, പ്ലാവുമായിട്ട് ഇഷ്ടം പോലെ ചക്കയാണ്. ഇതെന്താ വരുമ്പോ വരെ ചക്കയുണ്ട് കേട്ടോ. അതിന് താഴത്തത് പറിക്കുന്നത് നമ്മ ഇപ്പൊ മോളിൽ കയറൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എന്താ ചക്കടയൊക്കെ വലിപ്പം കണ്ടോ, വരിക്കച്ചക്കയാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തൃപ്തിയാണ്. കാരണം നമ്മൾ ഇന്ന് കടയിൽ പോയി വാങ്ങിക്കണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് അത്രയും ഇതായിട്ട് പ്യൂറായിട്ട് കിട്ടണല്ലേ, ഒറിജിനലി നമുക്ക് കിട്ടണതാണ്. അത് മരുന്ന കാര്യങ്ങളോ ഒന്നും അടിക്കാത്തത് നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായെടുക്കുമ്പോ നമുക്ക് പ്രത്യേകമായിരിക്കുള്ളൂ. വീണ്ടും ഒരെണ്ണം ഉണ്ട്. അത്യാവശ്യം തെങ്ങുണ്ട്. തെങ്ങൊക്കെ കായ്ഫലമുള്ള തെങ്ങാണ്. അത്യാണ്ട് വീടിന്റെ ചുറ്റിന് ഇന്റർലോക്ക് ഇട്ടുണ്ട്. അല്ലാണ്ട് കൃഷി ചെയ്യാനുള്ള സ്പേസ് വേറെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ബാക്കിലേക്ക് ഇഷ്ടം പോലെ സ്ഥലവും അതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്തിട്ടുണ്ട്. റംബൂട്ടാൻ ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ വീട്. കാരണം ഇതുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളത്. എന്താ റംബൂട്ടാനൊക്കെ കണ്ട അത്യാവശ്യം എല്ലാ ഐറ്റംസും. ഇതിന്റെ പറമ്പും കാര്യങ്ങളൊക്കെ ഏറ്റവും നീറ്റ് ആയിട്ടുള്ള സൈഡിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലവും ഉണ്ട്. നല്ല വീതിയുണ്ട്, 4-5 അടി വീതിയുണ്ട്. അപ്പൊ ആ ഒരു രീതിക്കാണ് ഇത് പോണത്. കണ്ടാ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറിയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. കാരണം ഇത് വന്ന് നേരിട്ട് കാണുന്നതിൽ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. ഇതിനകത്താണെങ്കിൽ ഫുള്ള് തടിയാണ്ടോ, കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചത്. വേറെ തടികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, എല്ലാ ഇതും തടിയാണ്. അതുപോലെ വീടിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാനത് അകത്തോട്ട് കാണിച്ചു തരാം. ഉണ്ട് ചാരുപടിയൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അതിനാണെങ്കിൽ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ ഈ വീടിന്റെ ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ ഉണ്ട്. എത്ര പേര് വന്നാലും ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻ, അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ ഒരു ഇത് വെട്ടാൻ കിട്ടാൻ വേണ്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചതെല്ലാവരും എല്ലാ കബോർഡ് കാര്യങ്ങളും എല്ലാരും നല്ല രീതിക്കാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അത് തേക്കും കാര്യങ്ങളൊക്കെ ഇടേണ്ട. കിച്ചണൊക്കെ കണ്ടോ, ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, അതെല്ലാരും കബോർഡ് കാര്യങ്ങളെല്ലാരും തേക്കിലാണ് ചെയ്തേക്കണം. കണ്ടോ, എന്തോരം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത് നോക്കി. കാണാൻ ലുക്കാണ്. ഇത് ഇവിടുത്തെ വീടൊക്കെ വെച്ചിട്ട് ആരും ഒന്ന് കണ്ടാലും ഇഷ്ടപ്പെടും. കാരണം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സെറ്റപ്പിൽ പണിതേക്കാണ്. അതും ഒരു പകുതി വില. ഇതോടത്തെ വീഡിയോ പറയുകയാണെങ്കിൽ തന്നെ എത്ര അതിന്റെ പകുതി വില ചോദിക്കണമെന്നുള്ളത്. നമുക്ക് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ കാണാം. സെക്കൻഡ് കിച്ചൺ അതുകൊണ്ട് തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചണാണ്. വേണ്ട, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. വേണ്ട, അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ള ഒരു സെക്കൻഡ് കിച്ചൺ. നമുക്ക് ഇതിന്റെ ഒരു റൂമുകളായിട്ട് കാണാം. നമുക്ക് അതുപോലെ ഡൈനിങ് ഏരിയ കണ്ട, ഡൈനിങ് ഏരിയയിലേക്ക് ഒരു എന്താണ് പറയുക, ഏരിയ ഡൈനിങ് ഏരിയ നല്ലൊരു ഏരിയ ഉള്ളത്. നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഏരിയ, നല്ല ഏരിയ ഉള്ളൊരു വീട്. നമുക്കിനി ഒരു റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാ റൂം 5 റൂമുണ്ട്. ഇനി 5 റൂമും അറ്റാച്ച്ഡ് ആണ്. എല്ലാം ഞാൻ കയറി കാണിച്ചു തരാം.
എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡ് ഉണ്ട്. എല്ലാ റൂമിനും കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം തടിയാണ്, തേക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിന്റെ ബാത്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ്. ഞാൻ ഇപ്പുറത്ത് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം, അതിന്റെയും കബോർഡ് കാര്യങ്ങള്. ഇതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കമുണ്ട്, ഫുൾ ഫർണിച്ചർ അടക്കണം. ഒരു സാധനം എടുക്കാനുള്ള എല്ലാ ഐറ്റംസ് അടക്കണം കൊടുക്കണം. ഇതിന്റെ ബാത്റൂം ഇപ്പുറത്ത് കൊടുത്തേക്കണം. എന്താ എല്ലാരും പക്ക സെറ്റപ്പിലാണ്. അതിനും ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അതിനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അതിനും കൊടുത്തേക്കണം. ഇനി മൂന്നാമത്തെ ബെഡ്റൂം, താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആ റൂമിന്റെ ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം, എല്ലാം നല്ല എന്താണ് പറയണ നല്ല സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണത്. അതിന്റെ ബെഡ്റൂം അത്യാവശ്യം എല്ലാ AC കാര്യങ്ങളൊക്കെ ഉള്ള റൂമുകളുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ള വീടാണ്. അതിന് കബോർഡ് ഉണ്ടല്ലേ, എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ് കൊടുത്തേക്കണം. അതിന്റെ കബോർഡും കാര്യങ്ങളും കണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയിലോട്ട് വരാം. അതിന്റെ സ്റ്റെയർ കേസിന്റെ പ്രത്യേകത ഉണ്ട്, എല്ലാം തടിയാണ് തേക്ക്. നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടാലേ ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിന്റെ ലൊക്കേഷൻ വന്നെന്ന് വെച്ചാൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ ഉണ്ടാ. പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന. 20 സെന്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് വീടും. ഈ വീടിനും കൂടി ഇവര് ചോദിക്കേണ്ടത്. താഴത്തോട്ട് 2 സ്റ്റെയർ കേസ് ഉണ്ട് ഈ വീട്ടിലോട്ട് കയറാം. മുകളിലത്തെ നിലയിലോട്ടേ വേറെ നമുക്ക് പുറത്തോട്ട് കയറാനും വഴിയുണ്ട്. വേറെ നല്ല അതിനിപ്പോ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കണമെന്നൊക്കെ തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുവേണ്ടി ഒരു ഓപ്ഷൻ, അത് അവരതിനു വേണ്ടി ചെയ്തല്ല, അവര് വെറുതെ അങ്ങനെ ഇട്ടതാണത്. വീടിനകത്തെ കയറി കറങ്ങി വരണ്ടേ, നേരെ പുറത്തുനിന്ന് മുകളിലോട്ട് വരാനുള്ള ഒരു സെറ്റപ്പിന്. അല്ല മുകളിലത്തെ ഒരു ഏരിയ ഉണ്ടോ, അത് നല്ല വിശാലമായിട്ടുള്ള ഏരിയയാണ്. അതെല്ലാം തേക്ക് തടിയാണ് അവിടെ, ആ ഒറ്റത്തടിയിൽ എടുത്തേക്കാണ്. ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 1,75 ലക്ഷം രൂപയാണ് ചോദിക്കണം. പക്ഷെ നെഗോഷ്യബിൾ ആണ്, അവരധികം താത്തി കൊടുക്കും. നല്ലൊരു റേറ്റിന് കിട്ടും. അപ്പൊ ആ ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഗ്രാനൈറ്റും ടൈലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. തടി കംപ്ലീറ്റ് തേക്ക്, എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയല്. ഇതുണ്ടാ പാതലും ഇതൊക്കെ കണ്ടില്ലേ, കംപ്ലീറ്റ് എല്ലാം നല്ല ലുക്കിൽ പണി വെച്ചേക്കുന്നത്. ഒരു പോളിഷ് ഒന്നും ചെയ്യണ്ടായിരുന്നു, നേരെ വന്ന് കയറി താമസിക്കുക. പെയിന്റിങ് വരെ പക്കിയാണ്. ഇതാണ് ബാൽക്കണി, മുകളിലത്തെ നിലയില. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാൽക്കണിയാണ് വീടിനുള്ളത്. ഉണ്ടല്ലേ, എങ്ങനെയുണ്ട് ബാൽക്കണിന്റെ ഒക്കെ വലിപ്പം കണ്ട. ഇനി ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നമ്മൾ നോക്കിക്കോട്ടെ. ഒരെണ്ണം പോലും ചെറുതല്ല, അത്രയും വലിപ്പമുള്ള ബെഡ്റൂംസ് ആണുള്ളത്. അതിന്റെ ബാത്റൂം ഒരു കാര്യത്തിനും പുറത്തോട്ടുണ്ട്, എല്ലാം റൂമിൽ തന്നെ ഉണ്ടെന്നുള്ളത്. കബോർഡ് കാര്യങ്ങൾ അതെല്ലാം തട്ടിയിലാണ്. എല്ലാ ഫർണിച്ചർ അടക്കുന്നത് നിങ്ങൾക്ക് തന്നെ. കാരണം ഈ ഫർണിച്ചറിന് മാത്രവും നല്ലൊരു റേറ്റ്, അതെല്ലാം അടക്കുന്നവര് തന്നെ. അതിന്റെ ബാത്റൂം കണ്ട, ബാത്റൂമിന്റെ ഒക്കെ കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. അപ്പൊ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ നമ്പറിൽ ബന്ധപ്പെടാം. ഇവിടുന്ന് മുകളിൽ താഴത്തോട്ടുള്ള ലുക്ക് കണ്ട, മുകളിൽ താഴത്തോട്ടുള്ള ലുക്കാണ്. അങ്ങനെ അത്യാവശ്യം നല്ല ഗ്രാൻഡ് വീട്. കാരണം ഇവര് പുറത്തേണ്ട് അതിന്റെ ഇതുണ്ടാവും. ആ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം കൂടി കാണിക്കാണ്ട്, അല്ല മുകളിലത്തെ നിലയില. കാരണം മറ്റേ ബെഡ്റൂം അതാണ് ആദ്യം കാണിച്ചത്. അതെ, ഇതിന്റെ ഫസ്റ്റ് ബാത്റൂം താഴത്തെ ഫ്ലോറിലെ കൂട്ടി തന്നെ സെയിം ആണ് കൊടുത്തേക്കണം. അതിന്റെ സൈഡിൽ തന്നെ ഇതിന്റെ ബെഡ്റൂം. ഇതാണ് 5ാമത്തെ ബെഡ്റൂം. ഒരെണ്ണം മാറിപ്പോയെന്നാണ് പറഞ്ഞത്. നമുക്ക് ഏരിയയിലായിരുന്നു റെക്കോർഡ് ചെയ്യണ ഇത് തിരക്കിൽ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ. അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്മുടെ ഒരുപാട് വീഡിയോ പെൻഡിങ് കിടപ്പുണ്ട്. കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടില്ല. കുറെ വീഡിയോ നമ്മുടെ ലോ ബഡ്ജറ്റ് ഒക്കെ ചെയ്യാൻ കിടക്കുകയാണ്. പിന്നെ മുകളിലത്തെ നിലയിൽ ഒരു കിച്ചണും കൊടുത്തിട്ടുണ്ട്.
എന്തെങ്കിലും താഴത്തോട്ട് ഇറങ്ങാണ്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ചൂടാക്കി കഴിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് അതിനൊരു കബോർഡ് കാര്യങ്ങളൊക്കെ അതും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ കുറെ വരാറുണ്ട്. അപ്പൊ അടുത്ത ദിവസങ്ങൾ നമ്മുടെ വീഡിയോ എല്ലാവരും പട്ടപ്പെട്ടാന്ന് കൊണ്ടുവരും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മുന്നോട്ട്. കാരണം ലോ ബഡ്ജറ്റിന്റെ എല്ലാവർക്കും വരാണ്ട്. നമുക്കിപ്പോ തിരുവനന്തപുരത്ത് തൃശ്ശൂർ വരെ പെൻഡിങ് കിടക്കുകയാണ്. കുറെ വീഡിയോ നമുക്ക് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പൊ അതെല്ലാം ലോ ബഡ്ജറ്റും എല്ലാതുള്ളതും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം തുടങ്ങി ഇഷ്ടം പോലെ വീഡിയോ. ഇത് ഓപ്പൺ ടെറസ് ഇതിന്റെ തുണിയൊക്കെ ഉണക്കാനുള്ള ആ ഒരു സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് വീടിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി ഒരു സ്റ്റെയർ കേസ് വേറെയും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് മുകളിലോട്ട്